നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്നാൽ ദൈവം അത് പരിഹരിക്കും. ദൈവത്തിന് കഴിയാത്ത കാര്യമുണ്ടോ? അബ്രഹാമിൻ്റെ വീട്ടിൽ വന്ന് ദൈവം സാറയോട് പറഞ്ഞ ഒരു വാക്കാണ്, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ? അർത്ഥാൽ നിങ്ങളെക്കൊണ്ട് കഴിയാത്തത് നിങ്ങൾ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ, ഞാൻ നിങ്ങളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, യഹോവയിൽ തന്നെ ആശ്രയിക്കുക. നിങ്ങളുടെ ശക്തി കൊണ്ടും നിങ്ങളുടെ ബുദ്ധി കൊണ്ടും പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ ജീവിതത്തിലുണ്ട്. നമ്മളൊക്കെ മനുഷ്യരാണ്, ബലഹീനരാണ്, പരിമിതിയുള്ളവരാണ്. നമ്മുടെ ശക്തിക്ക് മീതെ പ്രതിസന്ധികൾ ഉയർന്നു വരുമ്പോൾ ഒരു പടകിന് നേരെ തിര ആഞ്ഞടിക്കുന്നത് പോലെ ആ പടക് നിയന്ത്രിക്കാൻ കഴിയാതെ വണ്ണം ഭാരപ്പെടുന്നത് പോലെയൊക്കെ പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ നമ്മൾ നമ്മേക്കാൾ ബലവാനായ സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവത്തിന് സകലതും സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ബലമുള്ളവൻ്റെ സന്നിധിയിൽ കരത്തിൽ ഈ വിഷയം വയ്ക്കണം. ദൈവം നിങ്ങളെ സഹായിക്കും. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല, നമ്മുടെ ബുദ്ധി കൊണ്ട് കഴിയത്തില്ല. ദൈവത്തിന് കഴിയും. ദൈവത്തിന് നമ്മെപ്പോലെ ഒത്തിരി പരിശ്രമങ്ങളോ ശക്തിയോ എടുക്കേണ്ട കാര്യമില്ല. ദൈവം ഭൂമി ഉണ്ടാക്കിയത് വാക്കുകൊണ്ടാണ്, ആകാശത്തെ ഉണ്ടാക്കിയത് വാക്കുകൊണ്ടാണ്. നാം ഈ ഭൂമിയിൽ കാണുന്ന സകലത്തെയും ദൈവം ഉണ്ടാക്കിയത് വാക്കുകൊണ്ടാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന പോലെയല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങൾ ഒന്ന് കാത്തിരിക്കുക, നിങ്ങൾ വചനത്തെ മുറുകെ പിടിക്കുക. ദൈവത്തിൻ്റെ വചനം ദൈവമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് എന്തോ അതങ്ങനെ തന്നെ ചലിക്കും. വിശ്വസിക്കുന്നവരുടെ മേൽ ചലിക്കും, ആശ്രയിക്കുന്നവരുടെ മേൽ ചലിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വഴിയുണ്ട്, ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. നിങ്ങൾ പ്രാർത്ഥിക്കുക, ഹൃദയം പകര്, എന്നിട്ട് കാത്തിരിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന വിശ്വാസത്തോടെ, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന വിശ്വാസത്തോടെ, പ്രവർത്തിക്കുവാൻ കഴിവുള്ള വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വചനത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുക. കാത്തിരിക്കുന്നവൻ ലജ്ജിച്ചു പോകത്തില്ല. നിങ്ങളുടെ തല കുനിയുകയില്ല, നിങ്ങൾ നിരാശപ്പെടുകയില്ല. ഒരു വാക്കുമതി, ഒരൊറ്റ വാക്കുമതി. നിരാശ മാറും, പിഴവുകൾ മാറും, ദീനം മാറും, മരണം മാറും. ദൈവത്തിന് സകലവും സാധ്യമാണ്. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, യഹോവയിൽ തന്നെ ആശ്രയിക്കുക. ദൈവം അത് നിർവഹിക്കും. വിശ്വസിക്കുക, വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.